DMK സർക്കാരിനെതിരെ വിമർശനവുമായി വിജയ്. തമിഴക വെട്രി കഴകം ജനറൽ സെക്രട്ടറി എൽ ആനന്ദിനെതിരെ കേസെടുത്തതിലാണ് വിമർശനം. TVKക്ക് ലഭിക്കുന്ന ജനപിന്തുണ സഹിക്കാനാവാതെ എടുത്ത നടപടി എന്നാണ് വിജയുടെ വിമർശനം. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, എന്തൊക്കെ വിമർശനങ്ങളാണ് വിജയ് ഉന്നയിക്കുന്നത്? ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? മധു, തമിഴ്നാട്ടിൽ വിജയും അതുപോലെ തന്നെ DMK സർക്കാരും തമ്മിലുള്ള പോര് അത് തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും മൂർച്ഛിച്ചു വരികയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ DMKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N ആനന്ദിനെതിരെ എടുത്ത കേസ്. വിജയുടെ ഒരു വലിയ സമ്മേളനം തിരുച്ചിറപ്പള്ളിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ പോലീസ് അനുമതിക്കായാണ് ആനന്ദും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും തിരുച്ചിറപ്പള്ളി SP ഓഫീസിലേക്ക് പോകാൻ എത്തിയത്. ഏതായാലും ഇവിടെ വെച്ച് ഈ ആനന്ദിന്റെ വാഹനവ്യൂഹം റോഡിൽ ഹൈവേയിൽ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനെ തുടർന്ന് ആനന്ദിനെതിരെയും കണ്ടാലറിയാവുന്ന നിരവധി പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇത് പകപോക്കലാണ് എന്നാണ് വിജയുടെ ആക്ഷേപം. വിജയ് ഇക്കാര്യത്തിൽ സമൂഹമാധ്യമമായിട്ടുള്ള എക്സിൽ ഒരു പോസ്റ്റും ഇതിനെ അപലപിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. TVKക്ക് ലഭിക്കുന്ന ജനപിന്തുണ കണ്ട് വിരളി പിടിച്ചിരിക്കുകയാണ് ഈ DMK ഗവൺമെന്റ്. DMKയുടെ പതനം ആസന്നമാണ്. അതിനാൽ തന്നെ അവർ ആ ഒരു പേടിയിൽ നിന്നാണ്, ആശങ്കയിൽ നിന്നാണ് ഇപ്പോൾ TVKയെ വേട്ടയാടുന്ന സമീപനത്തിലേക്ക് പോകുന്നു എന്നാണ് വിജയ് പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് മധുരയിൽ നടത്തിയ വലിയ വമ്പിച്ച സമ്മേളനത്തിൽ DMK സർക്കാരിനെ രൂക്ഷ വിമർശനമാണ് വിജയ് ഉന്നയിച്ചത്. വിജയുടെ തിരഞ്ഞെടുപ്പിനുള്ള ഒരു നാന്ദികുറിക്കലായി, പ്രചാരണത്തിലുള്ള നാന്ദികുറിക്കലായി അതിനെ വ്യാഖ്യാനിക്കുകയും സിനിമാ സ്റ്റൈലുള്ള ഒരു സമ്മേളനം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ DMK സർക്കാർ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആരോപിച്ചുകൊണ്ടുള്ള വിജയുടെയും TVKയുടെയും പുതിയ പ്രചാരണം ഇപ്പോൾ നടക്കുന്നത്. ശരി, DMK സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ്.